ശ്രീ അരുൺ മോഹൻ, നിലവിലെ സാഹചര്യത്തിൽ മൊണാലിസയുടെ അസൽ ജനന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന് മേൽനോട്ടം നടത്തി, ഈ വിവാഹത്തിന് മേൽനോട്ടം നടത്തിയവർ ഉൾപ്പെടെ പ്രതികൂട്ടിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിയമവശങ്ങൾ മാറ്റിവെക്കാം. ഈ പ്രണയിതാക്കളായ 2 പേർ കേരളത്തിലേക്ക് എത്തുന്നു. അവർക്ക് അവരുടെ നാട്ടിൽ വിവാഹം കഴിക്കാനുള്ള സാഹചര്യമില്ല എന്ന് പറയുന്നു. ഇവിടെ നാട്ടിലുള്ള CPM-കാർ അതിന് മേൽനോട്ടം നടത്തി ആ വിവാഹം നടത്തിക്കൊടുക്കുന്നു. അതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇവരെ അറിയിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ്, പ്രലോഭിപ്പിച്ച് സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ജനപ്രതിനിധികൾ, സാമൂഹിക പ്രതിബദ്ധത പുലർത്തേണ്ട ഈ ജനപ്രതിനിധികൾ, CPM-ന്റെ വളരെ ഉന്നതരായ നേതാക്കൾ അവരുടെ മേൽനോട്ടത്തിൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നത്. CPM-ന് എന്ത് കാര്യം എന്ന് LDF പ്രതിനിധി ചോദിച്ചാൽ പോലും അത് തന്നെയാണ് പൊതുസമൂഹവും ചോദിക്കുന്നത്. ഇത് നടത്തിക്കൊടുക്കാനുള്ള ഇത്ര വലിയ താല്പര്യം CPM-ന് എന്ത് കാര്യം എന്നുള്ളതാണ്. ശ്രീ അരുൺ മോഹൻ, നമുക്കറിയാമല്ലോ, കേരളത്തിലെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ രോഹിണി? കേൾക്കാം, പറഞ്ഞോളൂ. ഈ കേരളത്തിലെ CPM-നെ കേരളത്തിലെ CPM വളരെ മാറിക്കഴിഞ്ഞു. അത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അവരെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന അവരുടെ സംസ്ഥാന സെക്രട്ടറിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഒന്നുമല്ല. ഒരു വലിയ ഏജൻസി ഏത് സമയത്ത് എന്ത് ചെയ്യണം, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്തൊക്കെ കൃത്യമായ ഇലക്ഷൻ സ്ട്രാറ്റജി തീരുമാനിക്കാൻ വേണ്ടി വലിയ PR-നെ ഏൽപ്പിച്ചിട്ട് നടത്തുന്ന ചില ഇലക്ഷൻ സ്റ്റണ്ടുകളുടെ ഭാഗം മാത്രമാണിത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു കാര്യമാണിതെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി മൊണാലിസയെ സംബന്ധിച്ച് അല്പം ഞാൻ താമസിച്ചാണ് ഈ ചർച്ച ജോയിൻ ചെയ്തത്. ആ സമയത്ത് എനിക്ക് കേൾക്കാൻ സാധിച്ചത്, മൊണാലിസയെ സംബന്ധിച്ച് ആ പെൺകുട്ടി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം മാത്രം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂളിൽ പോയിട്ടുള്ള ഒരു കുട്ടിയാണ്. കുംഭമേളയിലൂടെ വൈറലായി എന്നുള്ളത് കൊണ്ട് ഹിന്ദു സമൂഹത്തെ ഇത് കരിവാരി തേക്കാൻ വേണ്ടി ഒരു കാര്യമായി. അത് ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. ഉത്തർപ്രദേശ് BJP ഭരിക്കുന്ന സംസ്ഥാനം ആയതുകൊണ്ടായിരിക്കാം ഉത്തർപ്രദേശിൽ നടക്കാത്തൊരു കാര്യം കേരളത്തിൽ എത്തിച്ച് ഞങ്ങൾ നടത്തിക്കൊടുത്തു എന്ന് പറയുന്ന രീതിയിൽ കേരളത്തെ ആകെ മതനിരപേക്ഷതയുടെ വലിയ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്ന മാനവികതയും ഒക്കെ കൊട്ടി ഘോഷിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഇവർക്ക് ഉയർത്തി കാണിക്കാൻ ഈ PR ഏജൻസി കൊടുത്ത ഉപദേശപ്രകാരമാണ് കേരളത്തിൽ വളരെ തിരക്കുള്ള ഒരു MP, അതുപോലെ വളരെ തിരക്കുള്ള സംസ്ഥാന സെക്രട്ടറി, ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാമല്ലോ, ഒരു 5 മിനിറ്റിന് വലിയ വിലയുള്ള സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ നേതാക്കന്മാർ ആണെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലോ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഈ സാമൂഹികമായി പല വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്. സമാനമായ ഒരു വിഷയം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ താലൂക്കിൽ ഞാനത് അവരോട് പറഞ്ഞത് മൊണാലിസ ആണെങ്കിൽ നടത്തി തന്നേനെ എന്നുള്ളതാണ് ഈ CPM-മാർ. അപ്പൊ അത് CPM-മാരായിട്ട് ഇന്ന് ബന്ധപ്പെട്ട് പക്ഷെ നടന്നില്ല. ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെൺകുട്ടി മുസ്ലിം ആയിരുന്നു, നേരെ മറിച്ച് ഈ പയ്യൻ ഒരു ഹിന്ദു യുവാവുമായിരുന്നു. അവർ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഭയമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവരെ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ എൻ്റെ സുഹൃത്താണ്, അത് ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് ചോദിച്ചു ബന്ധപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു CPM-ന്റെ സഹായം തേടിയിരുന്നു, പക്ഷെ അത് അവർ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു പറഞ്ഞു. അപ്പൊ ഇതാണ് യഥാർത്ഥ സ്റ്റാൻഡ് ഏറ്റവും താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അവർ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും, ഞാനിത് പറയാൻ കാര്യം, രാഷ്ട്രീയ പ്രവർത്തകര് ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് ചെയ്യേണ്ടത്? പ്രായപൂർത്തിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ അവർ കൊണ്ടുവന്ന കാർഡ് അനുസരിച്ച് സംസ്ഥാന സെക്രട്ടറി നടത്തി കൊടുത്തു കല്യാണം. എന്ത് വിവരക്കേടാണ്! അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധി പറയണം, എവിടെന്നെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഒരു ജോലിയോ, വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ വിവാഹമോ ഒക്കെ നടത്തി കൊടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കത്തക്ക രീതിയിൽ മണ്ടന്മാരാണ് നിങ്ങളുടെ നേതാക്കളെന്ന് സമ്മതിച്ചുകൊണ്ട് വേണം അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. അതും സംസ്ഥാന സെക്രട്ടറിയും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു MP-യും, ഈ 3 പേരും കൂടി അവരുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനപ്രകാരമാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ വിശ്വസിച്ചോളൂ. കാര്യം കൈരളി TV കാണുന്നവനും അതുപോലെ ദേശാഭിമാനി മാത്രം വായിക്കുന്നവർ ചിലപ്പോൾ വിശ്വസിച്ചേക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മനസാക്ഷി കുത്തില്ലാതെ പറയണം, എൻ്റെ വീട്ടിൽ എൻ്റെ മകള്, വിവാഹപ്രായം നിൽക്കുന്ന എൻ്റെ മകള്, അവരുടെ പക്വത കുറവ് കൊണ്ട് അവര് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഏത് മതത്തിലായിക്കോട്ടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചിട്ട് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ, BJP-കാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ സമീപിച്ചാൽ അവരെന്താണ് ചെയ്യുന്നത്? മാന്യതയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആദ്യം താങ്കളെ വിളിച്ചു ചോദിക്കും, അതല്ലേ?
അച്ഛനെ വിളിച്ചു ചോദിക്കുക, അമ്മയെ വിളിച്ചു ചോദിക്കുക. കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിലൂടെയാണ് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ പടുത്തുയർത്തിയത്. ഈ കുടുംബം തകരുന്നിടത്താണ് കമ്മ്യൂണിസം വളരുന്നതെന്ന് പറഞ്ഞ അന്റോണിയോ ഗ്രാംസിയുടെ തിയറി, അദ്ദേഹം CPM കാരനാണ്, അദ്ദേഹം വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഫാമിലി ഇമ്പീരിയലിസം ബിക്കംസ് നാഷണൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ അന്റോണിയോ ഗ്രാംസിയുടെ തിയറിയാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നിടത്താണ് വിപ്ലവം ഉണ്ടാകുന്നത്. കുടുംബത്തിൽ നിന്ന് സ്വേച്ഛാധിപതികൾ ഉണ്ടാകുന്നു. കുടുംബങ്ങൾ തകർന്നാൽ വിപ്ലവം വിജയിക്കും. അങ്ങനെ വിപ്ലവത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബങ്ങളെ തകർക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെയാണ് അവരത് ചെയ്തത്. പക്ഷേ അവനവന്റെ കുടുംബത്തിൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. വല്ലവന്റെയും പാവപ്പിടിച്ചവന്റെ കുടുംബം തകർത്ത് നശിപ്പിച്ച് നാരായണക്കല്ലിൽ പിടിപ്പിച്ചിട്ട് വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ ആനന്ദിക്കുക. വേടന്റെ കല്യാണം നടത്തിയ ആരാണ്? വേടന്റെ വിവാഹ തീയതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. നല്ല തിരക്കുള്ള സംസ്ഥാന സെക്രട്ടറി ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു വേദിയിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, വേടന്റെ കല്യാണമാണ് കേട്ടോ, ഞങ്ങൾ നടത്തി കൊടുക്കാൻ പോവുകയാണ്. അതിലൂടെ ഒരു വലിയ വിഭാഗത്തിന്റെ കയ്യടി മേടിച്ചുകൊണ്ട് വേടന്റെ വിവാഹ തീയതി പ്രഖ്യാപിക്കത്തക്ക രീതി ഞാൻ CPM പേര് മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാരേജ് ബ്യൂറോ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇവർ ചെയ്യേണ്ട കാര്യം താഴെത്തട്ടില് ഇപ്പൊ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി DYFI ഒരു സൈറ്റ് തുടങ്ങിയിരുന്ന ഒരു സമയത്ത് സഖാവിന് അറിയാമോ? ഇപ്പൊ ആ സൈറ്റിന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞുതരാമോ? കമ്പ്യൂട്ടറിനെതിരെ ലാപ്ടോപ്പിനെതിരെയുള്ള സമരമൊക്കെ അവിടെ നിൽക്കട്ടെ, മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി വെച്ച സൈറ്റിന്റെ DYFI പോലൊരു പ്രസ്ഥാനം തുടങ്ങി വെച്ച അറിയാമോ? അപ്പൊ ഇത് താൽക്കാലികമായി ആരെങ്കിലും ഒക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അത് വളരെ കൃത്യമായി പറയാമല്ലോ. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വരന്റെ പേര് മുഹമ്മദ് ഫർമാൻ അല്ലേ? അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണല്ലോ. മതത്തെ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് പിടിക്കണ്ട. പക്ഷെ വിവാഹം നടത്താൻ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു പരസ്പരം മാലയിട്ട് നടത്തേണ്ട ഒരു വിവാഹം എന്തിനാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത്? താങ്കൾ മറുപടി പറഞ്ഞ കാര്യമല്ലേ? വരന്റെ മതം ഇസ്ലാം മതമാണ്. എന്തുകൊണ്ട് ഇസ്ലാം മതാചാര പ്രകാരം പാളയം പള്ളിയിൽ വെച്ച്, പാളയം ഇമാമൊക്കെ വളരെ വേണ്ടപ്പെട്ടവരാണല്ലോ, പാളയം പള്ളിയിൽ വെച്ച് എന്തുകൊണ്ടാണ് വിവാഹം നടത്താഞ്ഞത്? അങ്ങനെയാണ് ഞങ്ങൾ അതിനെ വീണ്ടും നിങ്ങൾ കേരള സ്റ്റോറി എന്ന് വിളിച്ചോളൂ. ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് കേരള സ്റ്റോറിയാണല്ലോ. ഒരു കേരള സ്റ്റോറി ഇത്തരത്തിൽ തിരുത്തി എഴുതിക്കൊണ്ട് മാതൃക കാണിക്കാൻ CPM എന്താ തയ്യാറാകുന്നത്? അതിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വിവാഹം അത് നിക്കാഹ് അല്ല, നേരെ മറിച്ച് അത് വ്യഭിചാരമാണ് എന്നൊരു മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഈ പറയുന്ന ആത്മരോഷമൊന്നും CPM പ്രകടിപ്പിച്ചായിട്ട് ഞാൻ കണ്ടില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് വ്യഭിചാരമാണ്. മതം മറ്റൊരു മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, ഒരു ഇസ്ലാം വിവാഹം കഴിക്കുന്ന അവരെ സംബന്ധിച്ചോളം വിവാഹമല്ല, അത് വ്യഭിചാരമാണ്. അപ്പൊ ഫർമാൻ പാളയം പള്ളിയിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ ഈ കല്യാണം വ്യഭിചാരമായി പോയേനെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതസമൂഹം തങ്ങൾക്കെതിരെ തിരിയാനുള്ള സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കും കൊട്ടാവുന്നതായതുകൊണ്ട് ഒരു മതേതര, അപ്പൊ ഇത് ഒരു കാര്യം വളരെ കൃത്യമാണ്, മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് CPM ഉറപ്പിക്കുന്നു. മതേതരത്വ വിവാഹം ഇസ്ലാം പള്ളിയിൽ വെച്ച് നടത്താൻ സാധിക്കത്തില്ല. മതേതര വിവാഹം നടക്കുന്നത് എവിടെയാണ്? ക്ഷേത്രത്തിലാണ്. അപ്പൊ തങ്ങൾക്ക് സ്വാധീനമുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഉണ്ട്, അതറിയാമോ നിങ്ങൾക്ക്? ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ പല ചർച്ചകൾ ഹൈന്ദവ മതാചാര പ്രകാരം മാറ്റേണ്ടതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഷർട്ട് ഊരിക്കൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ? അത് എന്തിന്റെ പിന്നിലാണ്? അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മറുപടി പറയേണ്ടതാണ്. വലിയ ചർച്ചകൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ ഭരണം സമിതി തീരുമാനിക്കുകയാണ്, ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നു. ഉടുപ്പ് ധരിച്ചുകൊണ്ട്, കാര്യം ശബരിമലയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഉടുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ നമ്മൾ തൊഴാറുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളിൽ അങ്ങനെ സാധിക്കാറ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അവിടുത്തെ ആത്മീയ ആചാര്യന്മാരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഭരണസമിതി ആലോചിച്ച് അത്തരത്തിലൊരു കാര്യം നടപ്പിലാക്കി. വലിയൊരു PR ഏജൻസിയെ കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ അവർ വലിയ പബ്ലിസിറ്റിയും കൊടുത്തു. ആ ക്ഷേത്രമാണ് ഈ പറഞ്ഞ ക്ഷേത്രം. CPM നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രത്തില് വലിയ മാറ്റങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവർ തന്നെ പാടുപെട്ട ഒരു ക്ഷേത്രത്തില്, ആ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയതൊന്നും ഒരു തെറ്റുമില്ല. ഇസ്ലാം മതവിശ്വാസിയായ ഒരാള് കുറിയൊക്കെ തൊട്ട് അയാൾ ഈ ക്ഷേത്രത്തിലെ മതാചാര പ്രകാരം ഇവിടെ വിവാഹം കഴിച്ചതിനകത്തൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല. ഞാൻ ആരും അതിനെ എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മതാചാര പ്രകാരം ഒരു പള്ളിയിൽ വെച്ച് നടത്താൻ സാധിക്കുമായിരുന്ന വിവാഹം എന്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് അപ്പം അവിടെയാണ് ക്ഷേത്ര വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് ഒരു വശത്ത്, മറ്റൊന്ന് ഞങ്ങൾ ഇത്തരത്തിൽ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ പേരുടെയും UPയിൽ നടത്താത്ത ഒരു കാര്യത്തെ കേരളത്തിൽ നടത്താൻ വേണ്ടി ഞങ്ങളുടെ പരിശ്രമം. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആദ്യം കൊണ്ടുവന്ന വ്യാജ സർട്ടിഫിക്കറ്റ്, ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന CPMന്റെ ഭരണ സംവിധാനം ഉള്ളിടത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് വിവാഹം നടത്തി കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നുണ്ടായി എന്നുള്ള സമഗ്രമായ അന്വേഷണം കൂടി വരേണ്ടതാണ്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ലോബിക്ക് പിന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് CPMന്റെ നേതാക്കന്മാർ തന്നെയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ
ഏറ്റവും പ്രസക്തമായ നിരീക്ഷണം. ശരി, അതുകൊണ്ട് എന്തായാലും അന്വേഷണം വളരെ കൃത്യമായി നടന്നാൽ പരാതി സ്വീകരിച്ച പോലീസ് അതിന്മേലെല്ലാം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.